എനിക്ക് തന്ന ഈ ജന്മം കൊണ്ട് എന്ത് കർമ്മമാണ് ഇനി ബാക്കിയുള്ളതെന്ന് അറിയില്ല. എന്തായാലും നല്ലതിനാവണമെന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. അമ്മേ. ഒരുപാട് സഞ്ചരിച്ചു അല്ലേ? കർമ്മങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട്. ധർമ്മ സംസ്ഥാപനമാണ് നിയോഗം. ദേവി കൂടെയുണ്ട്. 1000 ആരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ. ഇതാ ഉണ്ണികൃഷ്ണ, അപ്പൊ എനിക്ക് ആള് തെറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോടോ, എത്ര നാളായടാ. സൂപ്രണ്ട് സാർ എന്താ ഇവിടെ? അനിമോളുടെ വിവാഹം നടന്ന വകയില് ഒരു വഴിപാട് കടമുണ്ടായിരുന്നു. ഇയാള് നേർന്നതാ. ശത്രുസംഹാര രുദ്രയല്ലേ, കടം ബാക്കി വെക്കണ്ടെന്ന് കരുതി. അനിമോളുടെ കല്യാണം കഴിഞ്ഞോ? പിന്നെ ഈശ്വര, ജയിലിൽ നിന്നിടയ്ക്ക് ചെടി വെട്ടാനും നനയ്ക്കാനും ഒക്കെ സാറ് കോട്ടേസ്റ്റിക്ക് വിളിപ്പിക്കുമ്പോ കുട്ടിയോട് പോയിട്ട് ഉണ്ണിയങ്ങളെന്ന് വിളിച്ച് ഓടി വരണത് ഇപ്പോഴും കണ്ണിലുണ്ട്. അവള് നിന്നെ മറന്നിട്ടില്ല. പുറത്തേറ്റി കുറെ ആന കളിപ്പിച്ചിട്ടുള്ളതല്ലേ. കല്യാണത്തിന് നിന്നെ ക്ഷണിക്കണമെന്നും പറഞ്ഞിരുന്നതാ. പക്ഷേ എവിടെന്ന് വെച്ചിട്ടാ നിന്നെ ക്ഷണിക്കുക? നിന്റെ കൂടെ ജുവനൈൽ ഹോമിൽ ഉണ്ടായിരുന്ന പലരെയും പിന്നെയും കണ്ടു. പല പല കേസുകളിൽ പെട്ട്. ഇപ്പം എല്ലാവർക്കും ഇരട്ടപ്പേരുകളുണ്ട്. ഇടിക്കട്ട വാസു, സ്ക്രൂ ഡ്രൈവർ ജോജി, തൊരപ്പൻ കോയ. നിന്നെ മാത്രം പിന്നെ കണ്ടില്ല. മോശമായിട്ടൊരു കംപ്ലൈന്റോ കേസോ എവിടുന്ന് കേട്ടിട്ടുമില്ല. സന്തോഷമുണ്ടാ. ഇനി ഒരിക്കലും ജയിലിലേക്ക് തിരിച്ചു വരരുതേ എന്നുള്ള എന്റെ ഉപദേശം നീയെങ്കിലും അനുസരിച്ചല്ലോ. ഗുഡ്. ഞങ്ങളിപ്പോ വിയൂര. ഇടയ്ക്ക് വാ കോട്ടേഴ്സിലേക്കൊക്കെ. വേണ്ട വേണ്ട വേണ്ട, വെറുതെ ഒരു സന്ദർശനത്തിന് പോലും നീ ആ വഴി വന്നു പോരുത്. അതൊക്കെ പോട്ടെ, നീ ഇപ്പൊ എവിടാടാ? എന്താ ചെയ്യുന്നത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പലയിടത്തും കറങ്ങി, പല ജോലികളും ചെയ്തു, പല ഭാഷകളും പഠിച്ചു. ഒരിടത്തും മനസ്സുറക്കണില്ല. ഇപ്പോഴും കാറ്റത്തെ പട്ടം കണക്കെ ഇങ്ങനെ വട്ടം കറങ്ങുക. പല വാതിലുകളും മുട്ടുണ്ട്, പക്ഷേ ഒന്നും തുറക്കണില്ല. ഒക്കെ ശരിയാവും. പ്രാർത്ഥിക്കുക. നിനക്കായിട്ടൊരു വാതിൽ ഈശ്വരൻ തുറക്കാതിരിക്കില്ല. എന്താ? ബാബയെ ഒന്ന് കാണണം. എന്താ പേര്? ദേവകി അമ്മ. ഓ, വരും. ഹലോ. പറയാം. കബീർ ഭായ്. ഓ, കറണ്ട് ബില്ല് അടച്ച് നെല്ല് കുത്തിച്ചത് മില്ലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങാൻ. അതല്ല, ഒരു പരാതിക്കാരി വന്നിട്ടുണ്ട്. ഓ, പറയാ. മുറിയിലില്ല. ഇല്ലേ? എത്തിമക്കൾക്ക് ചോറ് കൊടുക്കണടത്തുണ്ട്. ഓ, ഒന്നങ്ങോട്ട്. മൊയ്തീനെ, ബാബ ഇവിടെ നിന്ന് ഇറങ്ങി. അങ്ങോട്ട് അറിഞ്ഞൂടാ, ചിലപ്പോ സെക്കന്ദറിന്റെ അടുത്തുണ്ടാവും. കഴിച്ചോളി കഴിച്ചോളി കഴിച്ചോളി. സിക്കന്ദറേ, എടോ സിക്കന്ദറേ, ഇതിന്റെ പേര് മാറ്റിയോ? അബൂട്ടി, ബാബ ഇങ്ങോട്ട് വന്നോന്ന്. കുട്ടികളെ പേരടിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, ഇനിയിപ്പൊ അവിടെ എത്തുമ്പോഴേക്കും അസറ് വാങ്ങിന്റെ നേരാവുമല്ലോ. ബാബ പേരിയല്ലേ വിളിച്ച ആയുസ് കൂടുന്നല്ലേ? എന്തേ സംശയോ? അല്ലെങ്കിൽ അന്റെ സ്വഭാവം വെച്ച് ഇവിടം വരെ എത്തുവോ? മതി 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 മതി. ബായ്, ഒരു 500 റുപ്യ. 500 മാസപ്പടിപ്പറ്റ് കൂടി വരുന്നുണ്ടല്ലോ സുലൈമാനെ. എന്റെ മാമാടെ മുതൽ ഞാൻ ചെലവാക്കണേ തനിക്കെന്താ? കാര്യസ്ഥം കണക്കെഴുതിയാ മതി. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇങ്ങനെതാണ് ഇവനെ പേരിട്ട് പോറ്റി വളർത്തി പെണ്ണ് കെട്ടിച്ച നേരത്ത് ബാബ ഒരു ആട്ടുംകുട്ടീനെ വളർത്തിയിരുന്നെങ്കിൽ ഇറച്ചിക്കെങ്കിലും പ്രയോജനം ഉണ്ടാവുമായിരുന്നു.
ഇബ്രാഹിം. വാ. യാ അല്ലാഹ്. അക്ബർ. ഉമ്മ. റബ്ബിൽ ആലമീനായ തമ്പുരാനെ, ഈ മക്കൾക്ക് ആയുസ്സും ആരോഗ്യവും കൊടുത്തു കാക്കണേ. പരാതിയായിട്ട് ഒരാള് ഉം. എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ട് വിട്ടാ ഓ മതി. ആ പിന്നെ ഊണ് കഴിഞ്ഞ് പോകുമ്പോ ഒരു 500 ഉറുപ്പി. എന്റെ ഒരേ ഒരു പേരക്കുട്ടിയാ. 16 വയസ്സ് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവൾക്ക്. SSLC A ക്ലാസ്സിൽ പാസ്സായ കുട്ടിയാ. പുതിയ യൂണിഫോമും ചെരുപ്പും കൊടയും ബാഗും ഒക്കെ ആയിട്ട് തുള്ളിച്ചാടി സ്കൂളിലേക്ക് പോയതാ. തിരിച്ചു വരുമ്പോ കടിച്ചു കൊതറി കളഞ്ഞില്ലേ എന്റെ കുട്ടിയെ. ചോരയിൽ കുളിച്ച അവളുടെ ശരീരം കണ്ട് കുഴഞ്ഞു വീണതാ എന്റെ മകനും മരുമകളും. ഇപ്പോഴും കിടന്ന കിടപ്പ. പോലീസിന് പരാതി കൊടുത്തില്ലേ? കൊടുക്കാൻ സമ്മതിച്ചില്ല. 50,000 രൂപയും കൊണ്ട് മധ്യസ്ഥത്തിന് വന്നത് പോലീസുകാരാ. DYSP അനിരുദ്ധൻ സാറിന്റെ മകനാ ആള്. പരാതി കൊടുത്താൽ ഞങ്ങളെ ഉടലോടെ കത്തിച്ചു കളയുന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താ ആ ചെന്നായിന്റെ പേര്? സായിറാം. യാറബേ, ഒരു സൂഫിന്റെ പേരും വെച്ചിട്ട് എങ്ങനെ ഇവനൊക്കെ? നേർച്ചയും കാഴ്ചയും വെച്ച് കിട്ടിയതാ. ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ പൊന്നുമോക്ക് വായിക്കറിയേണ്ടി വന്നു. കബീറെ, ഓ സിക്കന്ദറിനെ വിളിക്കേ. സർ, പുറത്ത് രണ്ടുപേർ കാണാൻ വന്നിരിക്കുന്നു. ആരാ? കാസിം ബാബയുടെ ആൾക്കാരാ. പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഒന്നും അറിയണം. എന്താണെങ്കിലും ഇവിടെ നിന്നങ്ങ് പറഞ്ഞാൽ മതി. കഴിവറ മോനെ, നീ എന്നോട് കൈ ചൂണ്ടി സംസാരിക്കലാടാ. ബാബയുടെ ഭരണം അങ്ങ് ഹാർബറി മതി എന്ന് പറഞ്ഞേക്ക്. DYSP അനിരുദ്ധനോട് വേണ്ട. എന്റെ മോനെ എന്ത് ചെയ്യണമെന്നും എങ്ങനെ വളർത്തണമെന്നും ഞാൻ തീരുമാനിച്ചോളാം. അല്ല സാറേ, ഞാൻ നീ എന്നോടൊന്നും പറയണ്ട. ബാബയോട് പോയി പറഞ്ഞാൽ മതി. എന്നോട് കളിച്ച ഒക്കത്തിനും തൂക്കെടുത്ത് അകത്തും ഞാൻ. മറ്റടുത്ത ഒരു ബാബ. ഓടാ. ഹലോ, റസൂലേ.